ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. രാവിലെ തന്നെ നീറ്റ് ക്ലാസ് ചായ കുടിച്ചിട്ടൊന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കാനിറങ്ങി. ഇതൊരു കുട്ടി വ്ളോഗാണ്. ഇതിൽ കാര്യമായിട്ട് എനിക്കൊന്നും കാണിക്കാനില്ല. പക്ഷെ എന്നാലും ഈ മൊമെന്റ്സ് ഒക്കെ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോസ് ഒന്നും കളയാനും തോന്നുന്നില്ല. അപ്പോൾ ഇതിവിടെ കിടന്നോട്ടെ എന്ന് വെച്ചു. നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് ഒന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങി. ഞങ്ങളിവിടെ എത്തി. അപ്പം ഇതിന് ജലദോഷം തുടങ്ങി. അതുവരെ വരുന്നവരെ ഒരു പ്രശ്നമില്ലാതെ പയറുമണി പോലെ നടന്നുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ശ്വസിക്കാൻ വയ്യ, ഉറങ്ങാൻ വയ്യ. ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്തിട്ട് നേരെ കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പം ഇനി നമുക്ക് വാൾമാർട്ടിൽ പോയിട്ട് അതിന് നേസൽ സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് കിട്ടുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ആകുമ്പത്തിന് ഓക്കെ ആവണേ ഇതൊന്ന് ഫുട്ബോൾ കളിക്കാൻ പോകും. ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് നേരം നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിൻ്റെ ശേഷം നേരെ വാൾമാർട്ടിലോട്ട് വിട്ടു. ഇവിടുത്തെ വാൾമാർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ വാൾമാർട്ടിനേക്കാൾ ഒരു 3 ഇരട്ടി വലുപ്പമുണ്ട്. കാരണം ഞങ്ങളിവിടെ കുറച്ച് പോപ്പുലേഷനല്ലേ ഉള്ളൂ. ഇത്രയധികം വലുതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ലഞ്ചൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ എന്തായാലും ഒന്ന് മാച്ചിന് പോകാമെന്ന് വിചാരിച്ചു. സംഭവം ഞാനിതൊക്കെ ഒന്ന് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടി ഞാനും ഇവരെ കൂടെ പോയി. പ്ലാനിന് ചെറുതായൊരു ചേഞ്ച് ഉണ്ട്. മിഥുവിന് ഭയങ്കരമായിട്ട് ജലദോഷം കൂടി. ഇന്ന് കളിക്കണ്ടാവും ഇതോ എങ്ങനെയുണ്ട്? എന്താ ചെയ്യുക, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ എത്താനായപ്പോൾ തുടങ്ങി. നല്ല തണുക്കുണ്ടടാ, തണുക്കുണ്ട്. ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ എത്തി. അവിടെ പിള്ളേർ സ്കേറ്റിങ്ങും അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ചുറ്റിലും നടക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം വായി നോക്കിയിരുന്നു. ഈ വൈകിയ വേളയിൽ എന്താണ് മിഥുന് സംസാരിക്കാനുള്ളത്? ശുഭപ്രതീക്ഷ 100% വിജയം. നമ്മുടെ അവിടെ ഞങ്ങൾ ന്യൂ ഗ്ലാസ്കോയിൽ ഈ ഒരു സമയമായാൽ ഒന്നുമില്ല വീട്ടിൽ. അങ്ങനെ കുറ്റം പോലെ പറയല്ല, കാരണം അവിടെ മിക്കതും പീസ്ഫുള്ളായിട്ട് റിട്ടയർ ആയിട്ട് അങ്ങനെ നല്ല പ്രായമായിട്ടുള്ളവർ ജീവിക്കുന്ന സ്ഥലമല്ലേ. പിന്നെ ഇപ്പം പോലെ അതുകൊണ്ടാണ്. അല്ലാതെ അവിടുത്തെ ഒരു കുറ്റമായിട്ട് പറയല്ല. പക്ഷെ ഞാൻ അങ്കടാണല്ലോ വന്നത്. കാനഡയിൽ വന്നിട്ട് ആദ്യം അങ്കടാണല്ലോ വന്നത്. അതോടെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഒരു പുതിയ സ്ഥലത്ത് വന്ന പോലെ തോന്നണത്. കാരണം പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ജോലി കഴിഞ്ഞ് ഈ സമയത്തല്ലേ സമയമുള്ളൂ. ഇവിടെ എന്തോരോ ആക്ടിവിറ്റീസ് ആണെന്ന് അറിയോ. നല്ല ചെറുതായിട്ട് കാറ്റ്, നല്ല കാറ്റൊന്നുമില്ല. ഞാൻ പറയണത് കേൾക്കുമോ എന്തോ. അവിടെ കുറച്ച് ഇരുന്നു. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു. ആ സമയത്തും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വമ്പൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യാന്ന് വെച്ചാൽ. പിന്നെ അവിടെ മാച്ച് തുടങ്ങേണ്ട സമയമാകുമ്പോഴത്തേനും ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ പണ്ടും ഇതുവരെ കൂടെ കളിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് ഹായ് പറയാമെന്ന് വിചാരിച്ചു. നമുക്ക് എപ്പോഴൊന്നും കാണാൻ പറ്റുന്നല്ലോ. ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ചുറ്റിലും നടക്കുന്നുണ്ടായിരുന്നു. സംഭവം ഇത് എന്താണെന്നൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടികളുടെ ടീമിൻ്റെ എന്തോ ഒരു മാച്ച് നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. ഒരു റിബൺ മേൽ കെട്ടിയിട്ട് നമ്മളിങ്ങനെ അങ്ങനെ ഓടുന്നത് എനിക്കറിയില്ല കേട്ടോ. ആ ഗെയിം എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചത്. ആ ജയിച്ചതിൻ്റെ ആത്മാർത്ഥ പ്രകടനമൊക്കെ കണ്ടപ്പോൾ ഒന്നുകൂടെ കുട്ടിയായിരുന്നെങ്കിൽ എന്ന് ശരിക്കും തോന്നി. നല്ല കാറ്റ്, നല്ല കാറ്റുണ്ട് എന്തൊക്കെയാ പറയുന്നത്. നല്ല കാറ്റും നല്ല തണുപ്പുണ്ട്. ഇത്രയും തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ ജാക്കറ്റ് ഇടണോ വേണ്ട വെച്ചിരിക്കുന്നതാ ഇതോ. അതും കൂടെ ഇട്ടില്ലായിരുന്നെങ്കിൽ നല്ല സൂപ്പറായിനെ. ഇത് കൊട്ടി കൊട്ടി നടക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളും എല്ലാവരും ഇങ്ങോട്ട് തെറിച്ചു. ഭയങ്കര അവിടെ നിൽക്കാനേ പറ്റണ്ടായില്ല, കൈയൊക്കെ മരവിച്ചിട്ട്. ഇവിടെ ഉണ്ടല്ലോ എല്ലാ റോഡും എല്ലാ വീടുകളും ഒരുപോലെ ഉണ്ട് കാണാൻ. മിഥുവിൻ്റെ ഒരു പഴയ സ്റ്റോറി ഉണ്ട്, ഷെയർ ചെയ്യണം മിഥു. പണ്ട് മിഥു ഇവിടെ നല്ല വിന്റർ ടൈമില്, പക്ഷെ അത് ഏത് മാസം? ഓൾമോസ്റ്റ് ഒരു മാസത്തിന്റെ വേറെ വീട്ടിൽ സ്റ്റേ ചെയ്തിരിക്കുന്നു. ഞാൻ പറയലുണ്ട് പോയിട്ടൊക്കെ പോരെ, സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം വലിയ ഇതിലുണ്ട് പോയി. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ വരെ ഇതേപോലെ തന്നെ അവിടെയും സെയിം വീടും വേറെ ലൈക്ക് നമ്പറൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഞാനിട്ട് ഒരു ലൂപ്പിൽ വട്ട കയറി ഞാനങ്ങനെ പോകുന്നില്ലല്ലോ. ഒടുങ്ങി ഞാൻ ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ ഞാൻ കിടന്ന് കറങ്ങി ഇവിടെ. ക്ലാസ്സിൽ ചെന്നപ്പോൾ അവനെ വിളിച്ച് എന്നെ വിളിക്കാൻ വന്നൂടി എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു. അത് അപ്പൊ വേറെ ആളായിരുന്നു ഫോൺ മേടിച്ച് വിളിച്ചല്ലേ? വേറെ ചേട്ടനെ അന്ന് വൈഫൈ മാത്രമേ ഫോണിലുണ്ടായിരുന്നുള്ളൂ. തെറ്റു പറയാനില്ല. ഞാൻ രാവിലെ അഡ്രസ്സും ചേട്ടനോട് പറഞ്ഞു സഹായിക്കും, ഞാൻ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റാണ്, എനിക്ക് ഇവിടുത്തെ ഞാൻ പൊതുവെ എനിക്ക് ഇവിടുത്തെ ഇതൊന്നും അറിയില്ല. ഇത് കുറേ നേരമായിട്ട് ഇവിടെ റൗണ്ട് അടിക്കുന്നത്. അത് കൊറേ സമയം എടുത്തല്ലേ? 2 മണിക്കൂറോളം കറങ്ങിയതല്ലേ? സ്ട്രീറ്റ് കയറാതെ ബാക്കി എല്ലാ സ്ട്രീറ്റിലും ഞാൻ കയറി. കാരണം എല്ലാം ഒരുപോലെ, എല്ലാ വീടും എല്ലാ റോഡുകളും നമുക്ക് ഇതേപോലെ തന്നെ വേറെ ലോട്ടുണ്ടാവണം. അതേ ഈ സെയിം വീട് പോലെ തന്നെ ഉണ്ടാവും, സെയിം നമ്പർ. എന്നുവെച്ചാ അടുത്ത സ്ട്രീറ്റില് ഇതേ നമ്പറുള്ള വീടുണ്ടാവും, സ്ട്രീറ്റ് നെയിം വേറെ ആയിരിക്കും, സെയിം. പക്ഷെ എനിക്ക് അന്ന് ഒന്നാമത് തല മുഖന്നില്ലേ. ഇതല്ലേ നമ്മുടെ വീട്? ഇതാണ് നമ്മുടെ വീട്. പക്ഷേ ഈ വീടും അതുപോലെയാണ്. ഇതിൻ്റെ ചുറ്റിലുള്ള എല്ലാ വീടുകളും ഒരേപോലെ തന്നെയാണ്. ഞാൻ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ നമ്മുടെ വീട് എന്ന് വിചാരിക്കും. ഓൾമോസ്റ്റ് എല്ലാം സെയിമാണ്. അവന് തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെ ഓർമ്മകളായി ഇറക്കി സംസാരിച്ച് നടക്കായിരുന്നു. എനിക്ക് മാം ഇപ്രാവശ്യം എന്തായാലും വീഡിയോയിലുണ്ടെന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ. മറ്റേ ഇത് എന്താണ് പാലട കുക്കറിൽ വെച്ചിട്ട് കുക്കർ പാലട ഉണ്ടാകും. കളി കഴിഞ്ഞ വേള ഇവർക്ക് തണുപ്പൊന്നും ഒരു പ്രശ്നമില്ല. ഹലോ, അത് സോക്കർ കഴിഞ്ഞിട്ട് വരാം. സോക്കർ കാണാൻ പോയതാ. വീട്ടിൽ വന്നപ്പോൾ മാമ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ ഇതൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്ത മൊമെന്റ്സ് ഒരിക്കലും ഡിലീറ്റ് ചെയ്ത് കളയാനും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ചോറ്, ഉപ്പേരി, പപ്പടം, രസം, പായസം എല്ലാം കഴിച്ചു. നല്ല വയറൊക്കെ നിറഞ്ഞ് ഫുള്ളായി. ഇനി പോയി കിടന്നുറങ്ങി. നാളത്തെ നമ്മുടെ പരിപാടികൾ നമ്മൾ നയഗ്ര വാട്ടർഫോൾസ് കാണാനും അങ്ങനെ കുറേ പ്ലാനുകളുണ്ട്. അപ്പം ഇനി നാളെ കാണുന്നവരെ ബൈ.